പാലാ നഗരസഭയിലെ UDF ഭരണം അവസാനിക്കുന്നു. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം പ്രമേയമായി പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാലാ നഗരസഭയിൽ UDFിനുള്ളിലെ അതിരൂക്ഷമായ തർക്കമാണ് അനിവാര്യമായ തകർച്ചയിലേക്ക് എത്തിയത്. 3 സ്വതന്ത്ര അംഗങ്ങളെ കൂട്ടുപിടിച്ചാണ് UDF കഴിഞ്ഞ 6 മാസമായി നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിനിടയിൽ കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്ര മുന്നണിയും തമ്മിലുള്ള തർക്കം കയ്യേറ്റത്തിന്റെ വക്കോളമെത്തി. ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പല സമയങ്ങളിലായി പരിഹരിച്ചത്. ഒടുവിൽ DYFI ജില്ലാ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. വിഷയത്തിൽ അടിയന്തരമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് പിന്തുണ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും പാലായിലെ എല്ലാ കോൺഗ്രസ്സുകാരെയും വിളിച്ചുകൂട്ടി അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പാലാ മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചു. ഇതിൻ്റെ കോപ്പി ജില്ലാ സംസ്ഥാന KPCCക്കും DCCക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നതായിരിക്കും. 26 കൗൺസിലിൽ LDFന് 12ഉം UDFന് 10ഉം കൗൺസിലർമാരുണ്ട്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെ ഉൾപ്പെടെ 4 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDF നഗരസഭാ ഭരണം പിടിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയുമായുള്ള സഖ്യം തകരുന്നതോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF ആകും. സാംജിത്ത് അറപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.